നമസ്കാരം, ഞാൻ ഡോക്ടർ അനു. ഇന്നത്തെ വീഡിയോയിൽ ചവനപ്രാശത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചവനപ്രാശം ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിക്കാത്തവരെ കുറവായിരിക്കും. ചവനപ്രാശത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്, ആരെല്ലാമാണ് ചവനപ്രാശം കഴിക്കേണ്ടത്, അവർ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, ആരെല്ലാമാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഇതിൻ്റെ ഡോസേജ് എത്രയാണ്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ചവനപ്രാശ രസായനം എന്ന് പറയുന്നത് രസാദി സപ്തധാതുക്കളെ സംസ്കരിക്കാനും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു രസായനമാണ്. അപ്പോൾ ചവനപ്രാശത്തിന് ഈ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ഐതിഹ്യമുണ്ട്. ചവന മഹർഷി പ്രായാധിക്യം കാരണമുള്ള പ്രശ്നങ്ങളാൽ വലഞ്ഞിരിക്കുന്ന സമയത്ത് അശ്വിനി ദേവകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു മരുന്നാണ് ചവനപ്രാശം. ചവനപ്രാശം ഉണ്ടാക്കി കൊടുത്തതോടുകൂടി ചവന മഹർഷിക്ക് നല്ല തേജസ്സോടുകൂടി തന്നെ യൗവനം ലഭിച്ചു എന്നതാണ്. അപ്പോൾ ഈ ചവനപ്രാശത്തിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നെല്ലിക്ക, തിപ്പലി, ഞെരിഞ്ഞിൽ, കർക്കിടക ശൃംഗി, ഉണക്കമുന്തിരിങ്ങ, കീഴാർ നെല്ലി, പുഷ്കരമൂലം, ചിറ്റമൃത്, കടുക്ക, തേൻ, ഇരട്ടിമധുരം, ബ്രഹ്മി, കുറുന്തോട്ടി, ശതാവരി, അശ്വഗന്ധ, നെയ്, ശർക്കര മുതലായ തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ചവനപ്രാശം കഴിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചവനപ്രാശം കഴിക്കുന്നത് വളരെ നല്ലതാണ്. സീസണൽ ചേഞ്ച് കാരണം വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഫെഷ്യസ് ആയിട്ടുള്ള രോഗങ്ങളെയും തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായകരമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് ചവനപ്രാശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബ്രഹ്മി, ശതാവരി, അശ്വഗന്ധ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സമൃദ്ധമായി തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ റെസ്പിറേറ്ററി അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിന് ചവനപ്രാശം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ BP നോർമലാക്കാൻ വേണ്ടിയിട്ടും ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും എല്ലാം ചവനപ്രാശം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഓൾ ഓവർ ബോഡിയിലുള്ള സ്ട്രെങ്ത്തും എനർജി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെൽസിലെ ഏജിങ്ങിനെ ഡിലേ ചെയ്യിപ്പിക്കുന്നു, അതായത് ഏജിങ്ങിനെ താമസിപ്പിക്കുന്നു. ഇതെല്ലാമാണ് മെയിനായിട്ടും ചവനപ്രാശത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചവനപ്രാശം എങ്ങനെയാണ് കഴിക്കേണ്ടത്? ചവനപ്രാശം കഴിക്കേണ്ടത് ആഹാരത്തിന് മുൻപാണ്. കാരണം ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം ഡൈജഷന് കുറച്ചുകൂടെ ഹെവി ആയിരിക്കും നമ്മൾ രസായനം കൂടെ കഴിച്ചാൽ. അതുകൊണ്ട് ആഹാരത്തിന് മുമ്പ് ചെറു ചൂടുവെള്ളത്തിലോ അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള ജീരകവെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാല് ഇതിൻ്റെ കൂട്ടത്തിൽ വേണം രസായനം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഡോസിലേക്ക് വരുമ്പം 5 to 15 ഗ്രാമാണ് നമ്മൾ ഡോസ് പറയാറ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഡോസ് വ്യതിയാനം വരും. അത് നിങ്ങളുടെ ഡോക്ടറിനെ നിങ്ങൾ സമീപിച്ച് നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ, എങ്ങനെയാണ് നിങ്ങളുടെ ജാഠരാഗ്നി, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, മറ്റുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ, ഇതെല്ലാം നോക്കി അസസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ നിങ്ങൾക്ക് ഡോസ് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കൊച്ചു കുട്ടികളിൽ നമ്മൾ പറയുന്നത് 1 ടീസ്പൂണാണ്. അതുപോലെ തന്നെ വലിയവരിൽ നമ്മൾ 2 ടീസ്പൂൺ, അതായത് 1 ടീസ്പൂൺ 2 നേരം എന്നുള്ള കണക്കിലാണ് നമ്മൾ പറയാറ്. ഇനി ആരൊക്കെയാണ് ചവനപ്രാശം കഴിക്കാൻ പാടില്ലാത്തത്? 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചവനപ്രാശം കഴിക്കേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ പ്രമേഹം, കൺട്രോളബിൾ അല്ലാത്ത അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് മെലൈറ്റസ്, ഭയങ്കരമായി പ്രമേഹമുള്ള പ്രമേഹ രോഗികൾ, അതുപോലെ തന്നെ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിംഗ്, ഇൻഡൈജഷൻ ഒക്കെ സ്ഥിരമായിട്ടുള്ള ആളുകൾ, കാരണം ഇവർക്ക് ജാഠരാഗ്നി വളരെ കുറവായിരിക്കും, ഇവരുടെ അഗ്നിബലം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ രസായനം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രോബ്ലം ഒക്കെയുള്ള ആളുകൾ മരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ, ലേഹ്യം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലംസിനെ എല്ലാം ക്യൂർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജാഠരാഗ്നിയെ വർദ്ധിപ്പിക്കണം, നിങ്ങൾക്ക് ഉള്ള കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യണം, ഈ ബ്ലോട്ടിംഗ്, ഗ്യാസ് ട്രബിൾ, ഈ പ്രോബ്ലംസിനെല്ലാം നിങ്ങൾ ഒരു മരുന്ന് കഴിച്ച് ഒരു ഡോക്ടറിനെ കണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് നോർമലൈസ് ആക്കിയതിന് ശേഷം മാത്രം രസായനം സേവിക്കുക. അപ്പോൾ ചവനപ്രാശത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴാണെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്ത് ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.